ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും രാവിലെ ചോറിന് ഇട്ടു, പിന്നെ കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞ് ഇതാ കറിക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്ന് പയറുതോരനും ചേമ്പ് കറിയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ക്ലാസ് ഉണ്ട്, അപ്പോൾ ഇന്ന് വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അത് കഴിയുമ്പോഴേക്കും വേണം പണിക്കാർക്ക് ഉണ്ടാക്കാൻ. അതുകൊണ്ട് വീഡിയോ ഒന്നും അധികം ഞാൻ എടുത്തിട്ടില്ല. ഇവിടെ എല്ലാവർക്കും രാവിലെ കടി വേണം കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് അരിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ മിക്കവാറും ദോശ, ഇഡ്ഡലി, ഉപ്പുമാവ് ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാവുക. തക്കുടൂനാണ് ഇപ്പോൾ ഭയങ്കര നിർബന്ധം രാവിലെ കടി വേണമെന്ന്. ഞങ്ങൾക്ക് കഞ്ഞിയായാലും ഞങ്ങൾ കുടിക്കും കേട്ടോ. പിന്നെ അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലും കടി ഉണ്ടാക്കും കേട്ടോ. നൈനും തക്കും രാവിലെ തന്നെ എണിച്ചിട്ട് ചോദിക്കുക എന്താ കടിയെന്ന് കേട്ടോ. അപ്പോൾ തക്കുടു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ തിന്നുവേ. നൈനു പിന്നെ സമ്മതിക്കില്ല. നൈനു പിന്നെ ചോറ് കഴിച്ചോളൂ കേട്ടോ. നൈനുവിന് കടിയും ഇഷ്ടപ്പെടണം, അതുപോലെ അതിനനുസരിച്ചുള്ള കറിയും വേണം. ഇല്ലെങ്കിൽ അവൾ കഴിക്കില്ല. അവൾ ചോറ് തിന്നിട്ട് പോയിക്കോളും. പക്ഷേ തക്കുവിനോട് കളിക്കാൻ പറ്റില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇരുന്ന് കരയുന്നല്ലാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെയാണ് അവളുടെ സ്വഭാവം. അപ്പോൾ ഇന്നത്തെ തിരക്ക് എന്താണെന്നല്ലേ, ഇന്നലെ കുറച്ച് അടക്ക പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പറിക്കാൻ ആൾ വരും, പിന്നെ പൊളിക്കാനും ആളുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ തിരക്ക് കേട്ടോ. രാവിലെ ഇതാ ഏട്ടനും അമ്മയും സനുവും കൂടിയിട്ട് പഴുത്തത് ഒക്കെ പൊറുക്കി മാറ്റുന്നുണ്ട്. എനിക്ക് പിന്നെ ഒരു 10-11 മണി വരെ പുറത്തിറങ്ങാനുള്ള ടൈം കിട്ടില്ല കേട്ടോ. രാവിലെ മക്കളെ ഒരുക്കി വിട്ട് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് പണിക്കാർക്കുള്ള ചോറ് കറിയൊക്കെ വെക്കാൻ. നമുക്ക് അവർ വന്നാലേ അരി ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവർ വന്നതിന് ശേഷം ഞാനത് അരിയൊക്കെ ഇട്ട് അകമൊക്കെ ഒന്ന് അടിച്ച് വാരി കേട്ടോ. നല്ല പൊടിയുണ്ട്, പ്ലാവിൻ്റെ വിറക് കേട്ടോ. അപ്പോൾ അതിൻ്റെ തോല് ഭാഗമൊക്കെ ഇത് ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞത് അടർന്ന് വരും കേട്ടോ. അപ്പോൾ അതാണ് അകം നിറച്ച് പൊടിയായത്. അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് വെള്ളം വേണമെന്ന് വിളിച്ചു വരുന്നത്. അപ്പോൾ പിന്നെ വേഗം എടുത്ത് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു. ഒരു ഭാഗത്ത് പറിക്കുന്നവരുണ്ട്, ഒരു ഭാഗത്ത് പൊളിക്കുന്നവരുണ്ട്. അപ്പോൾ 2 വശത്തേക്ക് ഓടണം. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങണം. 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ ചോറ് വാങ്ങിയത്. എന്താ വെച്ചാൽ ആൾ കൂടുതലുള്ളതുകൊണ്ട് ഒരു പാത്രത്തിൽ തന്നെ ആകുമ്പോൾ ചിലപ്പോൾ വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് 2 പാത്രത്തിലേക്കായിട്ട് വാങ്ങുന്നത്. അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞ് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും 10-11 മണിയൊക്കെ ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പാത്രം തേക്കാൻ പോവുക. അപ്പോൾ രാവിലെ കഞ്ഞി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കാന്താരി ചമ്മന്തി വേണം കേട്ടോ. അപ്പോൾ പാത്രം തേച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഉച്ചക്കേക്ക് മതിയല്ലോ. പാത്രം എന്താ പറയുക, നമ്മൾ എത്രത്തോളം വൈകുന്നു അത്രത്തോളം അതിൽ കഞ്ഞിവെള്ളവും ഒക്കെ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ തേക്കാൻ. അപ്പോൾ പാത്രം തേച്ച് കഴിഞ്ഞിട്ട് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഏട്ടൻ രാവിലെ തേങ്ങയൊക്കെ പൊളിച്ച് തരുന്നതാണ്. പക്ഷെ ഇന്ന് കറിക്കൊക്കെ ഇട്ട് തീർന്നു പോയിട്ടോ. പിന്നെ ഇല്ലെങ്കിൽ ഏട്ടൻ പൊളിച്ച് തരും. പക്ഷേ ഇന്ന് ഇപ്പോൾ ഏട്ടൻ അവരുടെ കൂടെ പോയതുകൊണ്ട് തേങ്ങ പൊളിക്കേണ്ട കടമ ഇന്നിപ്പോൾ എൻ്റെ ആയിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. പൂവനും പെടകളും ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ചുറ്റുവട്ടം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എന്താ ഇന്ന് തീറ്റയില്ലേ എന്നൊക്കെ ചോദിച്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ ഇട്ടതാണ്, പിന്നെ രണ്ടാമത് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ട്. മറന്നതല്ല, ഒന്നാമത് തിരക്കിൻ്റെ ഇടയിലൊക്കെ വിട്ടുപോയതാണ്. ഭക്ഷണം തായോ എന്ന് പറഞ്ഞിട്ട് ഇനിയും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ വേഗം തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അവർക്കുള്ള തീറ്റയൊക്കെ കൊടുത്തു കേട്ടോ. അരിയും നെല്ലും ഗോതമ്പും ഒക്കെ കൂട്ടി കലർത്തിയാണ് ഞങ്ങൾ കൊടുക്കാറ്. പിന്നെ കുറച്ച് തവിട് കലക്കി വെച്ച് കൊടുക്കും. രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ്. പിന്നെ അവരൊന്ന് പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് കഴിഞ്ഞ് വന്നാൽ വീണ്ടും അവർക്ക് ആവശ്യമുണ്ട് കേട്ടോ. അവർ വരുമ്പോൾ കുറച്ച് കൊടുത്താൽ മതി. അധികമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് കൊടുത്താൽ മതി. എന്നാലും നമ്മളെ കാണുമ്പോൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും വേണം. ഇനി കൊടുത്തില്ലെങ്കിലേ അവർ മുട്ട തന്നില്ലെങ്കിലോ അത് പേടിച്ച് ഞാൻ വേഗം അങ്ങ് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഏട്ടൻ പിന്നെ പഴുത്ത അടയ്ക്കുമായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ആരോ വിരുന്നുകാർ വരുന്നുണ്ടെന്നും പറഞ്ഞ് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടൻ കയറി വന്നത്. അങ്ങനെ തേങ്ങയൊക്കെ ചിരകി
അതിലേക്ക് കുറച്ച് കാന്താരി മുളക്, 5-6 ചുവന്നുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മരം കയറുന്നവർക്ക് കഞ്ഞി മതി എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ അവർ 3 പേരാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് കഞ്ഞിയും ചമ്മന്തിയും പയറുപ്പേരി കേട്ടോ കൊടുത്തത്. പക്ഷെ അവരുദ്ദേശിച്ച ചമ്മന്തി ഇതല്ല കേട്ടോ, വെറും കാന്താരിയും ഉപ്പും ചെറിയുള്ളിയോ വെളുത്തുള്ളിയോ ഒക്കെ ഇട്ടിട്ട് അരയ്ക്കുന്നതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത്രയും കാന്താരി ഞാൻ എവിടെ നിന്ന്, ഇപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ തന്നെ അത് പറിച്ചെടുത്ത് അത്രത്തോളം ആൾക്കാർക്ക് ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ വിരുന്നുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേൻ്റെ അനിയത്തിൻ്റെ ഭർത്താവും മോനും ആണ് കേട്ടോ വന്നത്. വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ മറ്റുള്ളവരെ വീഡിയോ എടുക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. എളച്ചൻ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ, എല്ലാവരുടെയും കമ്പനിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്.